ഡിഗ്രിയുള്ളവർക്ക് കേരള ഫിനാൻഷ്യൽ സർവീസിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അവസരം. 10ാം ക്ലാസ്സുകാർക്ക് 1124 അവസരങ്ങളുമായി CISF. 7ാം ക്ലാസ്സുകാർക്ക് കുസാറ്റിൽ സെക്യൂരിറ്റി ഗാർഡാകാം. നിറയെ തൊഴിലവസരങ്ങളുമായി ജോബ് റഡാർ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക്. ഈ ഭാഗത്തെ തൊഴിലവസരങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ കിടക്കാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ സാങ്കേതിക ഉപദേഷ്ടാവ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് ഓഫീസർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, നിയമ ഉപദേശകൻ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ പോസ്റ്റിനും ലഭിക്കുന്ന സാലറിയും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവസരമൊരുക്കുന്നു. ആകെയുള്ള 26 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാം. അപേക്ഷകൾ അയക്കേണ്ട സൈറ്റിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫെബ്രുവരി 10 അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി. ബാങ്ക് അവസരങ്ങളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ യൂക്കോ ബാങ്ക് പുതിയ വേക്കൻസികൾ വിളിച്ചിരുന്ന കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ സെൻട്രൽ ബാങ്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. 1000 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 48,480 രൂപ മുതൽ 85,920 രൂപ വരെയുള്ള അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലാണ് ഈ പോസ്റ്റിലുള്ളത്. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ക്രെഡിറ്റ് ഓഫീസർ പോസ്റ്റുകൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി 20 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി. പട്ടാളക്കാരനാവുക എന്നത് ഒരു സ്വപ്നമായി ഒരുപാട് കൗമാരക്കാരും യുവാക്കളും കൊണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത അവസരം. കേന്ദ്ര സേനയായ CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഡ്രൈവർ, കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ 2 തസ്തികകളിലേക്കും അപേക്ഷിക്കാം. ആകെ 1124 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി മാർച്ച് 4. കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഔഷധിയിലും ഇത്തവണ നിരവധി ഒഴിവുകളാണുള്ളത്. റിസപ്ഷനിസ്റ്റ്, ബ്രോയിലർ ഓപ്പറേറ്റർ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, റിസർച്ച് അസോസിയേറ്റ്സ് തസ്തികകളിലേക്കാണ് ഔഷധി നിലവിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷകൾ അയക്കാം. ആകെയുള്ള 10 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 2025 ഫെബ്രുവരി 12 വരെയാണ് ഔഷധിയിൽ അപേക്ഷിക്കാൻ കഴിയുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ കുസാറ്റിലും ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. മിനിമം 7ാം ക്ലാസ്സാണ് യോഗ്യത. ആകെയുള്ള 13 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 2025 ഫെബ്രുവരി 17 അപേക്ഷകൾ അയക്കുവാനുള്ള അവസാന തീയതി. കേരള PSCയുടെ പുതിയ വേക്കൻസികൾക്കായി നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. KS എന്ന പോസ്റ്റ് രണ്ടാമതൊരിക്കൽ കൂടി വിളിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 1 നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ എത്തിയേക്കാം. KS പോലെ വലിയ കോമ്പറ്റീഷനുള്ള പരീക്ഷകൾക്കായി നോട്ടിഫിക്കേഷൻ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങണം. കേരള PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ എക്സാമും അത്ര തന്നെ ടഫായിരിക്കും. KS എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലായ KS മെൻറ്റർ വിസിറ്റ് ചെയ്യുക. ജോബ് റഡാറിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.